സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ വരാനിരിക്കുന്ന മഹാ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കയുടെ കൊലപാതകത്തിൻ്റെ ആ ഒരു കേസുണ്ടല്ലോ, അത് വീണ്ടും രാജശേഖരൻ തന്നെ കുത്തിപ്പൊക്കുവാണ്. അങ്ങനെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം പ്രിയങ്കയുടെ കൊലപാതകത്തിലെ ദുരൂഹതയെക്കുറിച്ചും മറ്റും വീണ്ടും അന്വേഷിക്കാനായിട്ടും വരനെതിരെ സംശയങ്ങളുമായിട്ടും SI കണിമംഗലത്തെത്തുന്നുണ്ട്. അങ്ങനെ അവിടെയെത്തി CCTVയിലൊക്കെ പരിശോധിക്കുന്നതിലൂടെ ഏതോ ചില ഗുണ്ടകൾ പ്രിയങ്ക അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയതാണെന്ന് CCTV ദൃശ്യങ്ങളിലൂടെ മനസ്സിലാകുവാണ് കേട്ടോ. പോലീസിൻ്റെ സംശയമെല്ലാം വരനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ഈ സമയം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പരമേശ്വരനും പത്മിനിയും അങ്ങനെ കടമകളത്തുള്ള എല്ലാവരും അറിയുവാണ്. പ്രിയങ്ക മരിച്ചുവെന്നും വരണും രാധികയും സൂര്യയൊക്കെ ചേർന്ന് പ്രിയങ്കയുടെ ബോഡി കത്തിച്ചു കളഞ്ഞ കാര്യമൊക്കെ അറിഞ്ഞ് അവരെല്ലാവരും ആകെ ഞെട്ടി വിശ്വസിക്കാനാവാതെ തകർന്നു നിൽക്കുവാണ്. ഇതേ സമയത്ത് തന്നെ ആയിരിക്കും കേട്ടോ ദേവനാരായണനും യശോദയും കൂടി വരുണിൻ്റെ രാധികയുടെ കാര്യം സംസാരിക്കാനായിട്ട് കടമംഗലത്തെത്തുന്നത്. അങ്ങനെ അവർ മുറ്റത്തെത്തുന്നതും കാണുന്നത് പോലീസുകാരവിടെ നിൽക്കുന്നതും വരുണിനെ ചോദ്യം ചെയ്യുന്നതൊക്കെയാണ്. ഈ സമയം പരമേശ്വരൻ വരുണിനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, എടാ അസുഖമൊക്കെ മാറി ആ തിരുമേനി തൻ്റെ മോളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മൾ എന്തു പറയും? എന്താ ഞാൻ അയാളോട് പറയേണ്ടത്? നീ എല്ലാം ചേർന്ന് പ്രിയങ്ക മോളെ കത്തിച്ച് കളഞ്ഞെന്നോ? അങ്ങനെ പരമേശ്വരൻ്റെ ആ വാക്ക് കേട്ട് നെഞ്ചു പൊട്ടി തകർന്ന് നിൽക്കുവാണ് കേട്ടോ. ദേവനും യശോദയൊക്കെ ഈ സമയം തിരിഞ്ഞു നോക്കുന്ന അവർ ദേവനും യശോദയൊക്കെ കാണുവാണ്. ഈ സമയം ദേവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കണേ, എന്താ എന്താ ഞാൻ ഈ കേട്ടത്? എൻ്റെ പ്രിയങ്ക മോൾ എവിടെയാ? അവൾക്ക് എന്താ പറ്റിയത് എന്നും പറഞ്ഞ് ദേവൻ വരുണിനോട് ചോദ്യം ചെയ്യുവാണ്. ഈ സമയം അവിടെയുള്ളവരും പോലീസുകാരും എല്ലാവരും നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. അതെല്ലാം കേട്ട് ദേവനാകെ തകർന്നു നിൽക്കുവാണ്. അങ്ങനെ ആ വാർത്തയെല്ലാം മനസ്സിലാക്കി ചങ്ക് പൊട്ടി ദേവൻ യശോദയോടൊപ്പം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാണ്. ഇതേസമയം പോലീസുകാർ വരുണിനോട് പറയുന്നുണ്ട്, അതെ, ഞങ്ങൾക്ക് വരുണിനെതിരെയാണ് പരാതി കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ അന്വേഷണം നടത്തിയേ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ട് വരുണിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുവാണ്. അങ്ങനെ പറഞ്ഞ പോലീസുകാർ വരുണിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുവാണ്. ഈ സമയം മുത്തശ്ശി പരമേശ്വരനോടൊക്കെ തടയാൻ പറയുന്നുണ്ടെങ്കിലും പരമേശ്വരനാണെങ്കിൽ ഇതിനെതിരെ ഒന്നും ചെയ്യില്ല എന്ന് മുത്തശ്ശിയോട് കടുത്ത ഭാഷ തന്നെ പറയുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടത്തോടെ വരുണിനെ പോലീസുകാർ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കുവാണ്. പിന്നീട് ആറ്റുവാശ്ശേരി തിരിച്ചെത്തുവാണ് കേട്ടോ ദേവനും യശോദയൊക്കെ. ഈ സമയം വന്ന പാടെ ദേവൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ട് മുത്തശ്ശിയൊക്കെ ഭയന്നിരിക്കുവാണ്. എന്നിട്ട് മുത്തശ്ശി ദേവനോട് പറയണേ, ദേവ, ആ രാധിക എന്ന് പറയുന്നവളുണ്ടല്ലോ, അവൾ എന്തോ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുവാണ്. അവളവിടെ പറമ്പിക്കൊണ്ട് എന്തോ ഭസ്മോ ചിതാഭസ്മോ എന്തോക്കെ ഒളിച്ചിടുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു സംശയം തോന്നുന്നുണ്ട്. അല്ല, നിങ്ങളിതെവിടെ പോയതാ? എന്താ പറ്റിയത്? അന്നേരം നടന്ന കാര്യങ്ങളെല്ലാം ദേവൻ പറയുവാണ്. അതുകൂടി കേൾക്കുന്നതോടെ മുത്തശ്ശി അങ്ങ് തകർന്നു പോകുവാണ് കേട്ടോ. എൻ്റെ പ്രിയങ്കമോള്, ആ നാശം പിടിച്ചവള് എൻ്റെ പ്രിയങ്കമോളെ കൊന്നോ? അപ്പോൾ അത് അവളുടെ ചിതാഭസ്മമായിരുന്നോ എന്നും പറഞ്ഞ് മുത്തശ്ശി അവിടെ അലർന്ന് നിലവിളിക്കുവാണ്. ഈ സമയം രാധികയോട് അതുപോലെ എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ രാധിക കുഴിയെല്ലാം തോണ്ടി ആ ഒരു ചിതാഭസ്മം പുറത്തെടുത്ത് അത് ദേവൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുവാണ്. അങ്ങനെ രാധികയുടെ കയ്യിൽ നിന്നും അത് വാങ്ങി ദേവൻ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുവാണ് കേട്ടോ. ഈ സമയം രാധികയും അവിടെ താഴെ ദേവൻ്റെ അരികിലേക്ക് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അന്നേരം മുത്തശ്ശിയാണെങ്കിൽ കലിപൂണ്ട് രാധികയെ മുടിക്ക് കുത്തിപ്പിടിച്ച് എണീപ്പിക്കുക. എടി, നീ എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലേടി? അവളെ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ പോലും സമ്മതിക്കാതെ നീ അവളെ കത്തിച്ച് ചാരുവാക്കിയില്ലേടി എന്നും പറഞ്ഞ് രാധികയെ കുറേ ഉപദ്രവിക്കുവാണ് കേട്ടോ മുത്തശ്ശി. എൻ്റെ പ്രിയങ്ക മോളെ കൊന്നതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയേ പറ്റൂ, നിന്നെ ഞാൻ വെച്ചേക്കില്ലടി എന്നും പറഞ്ഞ് രാധികയെ കുറേ ഉപദ്രവിക്കുന്നുണ്ട്. അത് കണ്ടിട്ടും ദേവന് യശോദ ഒന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ. യശോദക്കും രാധികയോട് ഇപ്പോൾ വല്ലാത്ത ദേഷ്യമാണ്. ഈ സമയത്തായിരിക്കും പോലീസ് ജീപ്പ് പുറത്തെത്തുന്നത്. അങ്ങനെ വരുണിനെയും കൊണ്ട് പോലീസുകാർ അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ രാധികയെ കാണുന്നതും മുത്തശ്ശി പോലീസുകാർക്ക് മുമ്പിലേക്ക് രാധികയെ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുക. ദേ, ഇവൾ ഒറ്റൊരുത്തിയ എൻ്റെ പ്രിയങ്ക മോളെ ഇല്ലാതാക്കിയത്. കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവൾക്ക് കൊടുക്കണം. എൻ്റെ കുഞ്ഞിനെ കൊന്ന് ഇവളെ വെറുതെ വിടാൻ പാടില്ല സാർ എന്നും പറഞ്ഞ് മുത്തശ്ശി വായു എന്നതെല്ലാം വിളിച്ചു പറയുവാണ്. അങ്ങനെ പ്രിയങ്കയുടെ മരണത്തിൽ രാധികയും അവർക്ക് പ്രതിയായിട്ട് സംശയമുണ്ട്. അതിനാൽ രാധികേനെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോകുവാണ് കേട്ടോ. അങ്ങനെ വരുണും രാധികയും പോലീസ് കസ്റ്റഡിയിലാകുവാണ്. രണ്ടുപേരും ജയിലിനകത്ത് കിടക്കുന്ന ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ വരുണിൻ്റെയും രാധികയുടെ രക്ഷക്കായിട്ടെത്തുന്നത് ആരാണ്? പ്രിയങ്കയുടെ യഥാർത്ഥ സത്യം മറന്നീക്കി പുറത്തു വരുമോ? ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് വെള്ളിയാഴ്ചത്തെ മഹാ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.